യേശു ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ചിന്തകൾ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വചനത്തോടു കൂടി ഇരിക്കാനും എന്റെ നാമനെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂൾ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിലെ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയേറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്നു പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞു. മോശയോട് നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വാദികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. നമ്മുടെ കർത്താവ് മാറയെ മധുരമാക്കിയ അത്ഭുതം തന്നെ കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ മാറയിലെത്തിയേറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കയ്പുള്ളതായിരുന്നു. ഈ വെള്ളം കുടിച്ച ജനം മോശയുടെ നേരെ പിറുപിറുത്തു. എന്നാൽ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. നാമും സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പിറുപിറുക്കുന്നവരാകാതെ മോശയെ പോലെ ദൈവത്തോട് അപേക്ഷിക്കാം. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ സ്വർഗത്തോടെ അറിയിക്കുവാനാണ് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ സ്വർഗത്തിലെ പിതാവാൻ ദൈവത്തിന് കഴിയും. മോശ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ നടുവിലും പോക്കുവഴികളെയും കാണിച്ചു തരും. അവൻ നമ്മുടെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. യഹോവ കാണിച്ചു കൊടുത്ത വൃക്ഷത്തിന്റെ കൊമ്പ് വെള്ളത്തിലിട്ടപ്പോൾ മാറയിലെ വെള്ളം മധുരമായി തീർന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വാദികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. അതെ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും ഒരു ബാധയും നമ്മുടെ കൂട്ടത്തിൽ അടുക്കുകയില്ല, ഒരു ദോഷവും നമുക്ക് ഭവിക്കുകയില്ല. നമ്മോട് വാക്ക് പറഞ്ഞ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാകുന്നു. മാറയെ മധുരമാക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.